നരേന്ദ്രമോദിയുമായി ചെങ്ങാത്തം കൂടിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നടത്തിയ അനുനയ നീക്കം മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് CPI സെക്രട്ടറി ബിനോയ് വിശ്വം ധീരനായി പുറത്തിറങ്ങി നടന്നു. CPI എന്ന പാർട്ടിയെയും അവരുടെ മന്ത്രിമാരെയും അപമാനിച്ച് മോദി കൊടുത്ത പേപ്പറിൽ ഒപ്പിട്ട് പിണറായി വിജയന്റെ തിട്ടൂരമൊന്നും CPIയോട് വേണ്ട എന്ന് വളരെ വ്യക്തമായി അറിയിച്ചിട്ടാണ് CPI കൂടിക്കാഴ്ചയിൽ നിന്നും ഇറങ്ങി നടന്നത്. അതായത് PM ശ്രീ പദ്ധതിയിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനായി മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നടത്തിയ കൂടിക്കാഴ്ച വിഫലമായി മാറിയിരിക്കുന്നു. PM ശ്രീയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് CPI ഉറച്ചു നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അനുനയത്തിന് CPI വഴങ്ങിയില്ല. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് CPIയുടെ തീരുമാനം. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതായാണ് വിവരം. CPIയുടെ 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ചർച്ചയിൽ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നാണ് വിവരം. PM ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ നിർണായക ചർച്ച ഇന്നലെ പൂർത്തിയായി. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ലെങ്കിൽ CPI കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. PM ശ്രീ കരാറിൽ നിന്ന് പിന്മാറുന്നത് വരെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് CPIയുടെ തീരുമാനം. എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായിരുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യത്തിൽ നിന്ന് അയയേണ്ടതില്ല എന്നാണ് എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തത്. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് CPIഎമ്മിന്റെ നിലപാട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്ത ശേഷമാണ് CPIഎം ഈ നിലപാടിലെത്തിയത്. തുടർ നടപടികളിൽ തിടുക്കം കാണിക്കേണ്ടെന്നും സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചു. ഉദ്യോഗസ്ഥ തലത്തിലെ ഫയൽ നീക്കത്തിൽ തിടുക്കം കാണിക്കില്ല. അതുപോലെ തന്നെ പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക ഉടൻ കൈമാറില്ല. പദ്ധതി നടപ്പാക്കാൻ മേൽനോട്ട സമിതിയെ നിയോഗിക്കും. ഉടൻ LDF യോഗം ചേരും. LDF യോഗത്തിന് ശേഷം സബ് കമ്മിറ്റി ഉൾപ്പെടെ തീരുമാനിക്കുമെന്നും സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചു. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, സർക്കാരിന്റെയും മന്ത്രിസഭയുടെയും കാര്യം കഷ്ടം തന്നെയാണ്.